ആവർത്തനം അധ്യായം 33. ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാവത്. അവൻ പറഞ്ഞാൽ യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സെയിരിൽ നിന്ന് ഉദിച്ചു, പാറാം പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവൻ്റെ വലങ്കയിലുണ്ടായിരുന്നു. അതേ അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവർ തൃക്കാൽക്കീഴുന്നു. അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. യാക്കോബിൻ്റെ സഭയ്ക്ക് അവകാശമായി മോശ നമുക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു തന്നു. ജനത്തിൻ്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ അവൻ യെശുരൂൻ രാജാവായിരുന്നു. രൂപം മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. യഹൂദയ്ക്കുള്ള അനുഗ്രഹമായിട്ട് അവൻ പറഞ്ഞത്, യഹോവേ, യഹൂദയുടെ അപേക്ഷ കേട്ട് അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ. തൻ്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു. ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മിയും ഊറിയുമോ നിൻ ഭക്തൻ്റെ പക്കലിരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹ ജലത്തിങ്കൽ നീ പോരുകയും ചെയ്തവൻ്റെ പക്കൽ തന്നെ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല, സ്വന്തം മക്കളൊന്നും ഓർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണം ഉപദേശിക്കും. അവൻ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. യഹോവയെ അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. അവൻ്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവൻ്റെ എതിരുകളും അവനെ ഉദ്ദേശിക്കുന്നവരെ എഴുന്നേൽക്കാതെ വണ്ണം അവർ അരകളെ തകർത്ത് കളയണമേ. ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു. അവൻ്റെ ഗിരികളുടെ മധ്യേ അധിവസിക്കുന്നു. യോസഫിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ട് താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ടഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവൻ്റെ ദേശം യഹോവയിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മുൾപ്പടപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം യോസഫിൻ്റെ ദേശമേലും തൻ്റെ സഹോദരന്മാരെ പ്രഭുവായവൻ്റെ നെറുകമേലും വരുമാറാകട്ടെ. അവൻ്റെ കടിഞ്ഞൂൽ കൂറ്റൻ അവൻ്റെ പ്രതാപം, അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിന് കൊമ്പുകൾ. അവയാൽ അവൻ സകലജാതികളെയും ഭൂസീമാവാസികളെയും വെട്ടിയോടിക്കും. അവ എഫ്രൈമിൻ്റെ 10,000-ങ്ങളും മനശ്ശെയുടെ 1,000-ങ്ങളും തന്നെ. സെബൂലൂനെ കുറിച്ച് അവൻ പറഞ്ഞത്, സെബൂലൂനെ, നിന്റെ പ്രയാണത്തിലും ഇസ്സാഖാരെ നിന്റെ കൂടാരങ്ങളിലും സന്തോഷിക്കുക. അവർ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കും. അവിടെ നീതിയാഗങ്ങളെ കഴിക്കും. അവർ സമുദ്രങ്ങളിലെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചോടിക്കും. ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞത്, ഗാദിനെ വിസ്താരമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു സിംഹി പോലെ അവൻ പതുങ്ങിക്കിടക്കുന്നു. ഭുജവും നെറുകയും പറിച്ചു കയറുന്നു. അവൻ ആദ്യഭാഗം തിരഞ്ഞെടുത്തു. അവിടെ നായകൻ്റെ ഓഹരി സംഗ്രഹിച്ചു വെച്ചിരുന്നു. അവൻ ജനത്തിൻ്റെ തലവന്മാരോടുകൂടെ യഹോവയുടെ നീതിയും ഇസ്രായേലുമായി അവൻ്റെ വിധികളും നടത്തി. ദാനെക്കുറിച്ച് അവൻ പറഞ്ഞത്, താൻ ബാലസിംഹമാവുന്നു. അവൻ ബാശാനിൽ നിന്ന് ചാടുന്നു. നഫ്താലിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായ പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക. ആശേരിനെക്കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ്റെ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവുമായിരിക്കട്ടെ. നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. യേശുവിൻ്റെ ദൈവത്തെപ്പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. കീഴെ ശാശ്വതഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നീക്കളഞ്ഞ് സംഹരിക്കാമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ജാനുവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിൻ ഉറവ് തനിച്ചും വസിക്കുന്നു. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. ഇസ്രായേലിൽ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. യഹോവയെ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിന് പരിചയം നിന്റെ മഹിമയുടെ വാളുവാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. നീ അവരുടെ ഉന്നതങ്ങളിന്മേൽ നടവുള്ളൂ.